എത്ര കണ്ട് നീ ഞങ്ങളെ സ്നേഹിപ്പൂ, മനുഷ്യരാശി ദൈവത്തോടു ചോദിച്ചു. കൈകളിരുവശത്തേക്ക് നിവർത്തി കുരിശിന്റെ മേൽ തല ചായ്ച്ച് ഇത്രയും എന്നു ചൊല്ലി അവൻ മരിച്ചു, അവൻ മരിച്ചു, അവൻ മരിച്ചു. അടുത്ത കവിതയുടെ പേര് മുടിയൻ പുത്രൻ. പൊള്ളുന്നൊരീ മണൽക്കാടിലൂടെ മുള്ളു നിറഞ്ഞൊരീ പാതയൂടെ നെഞ്ഞിൽ കുമിഞ്ഞ വിഷാദമോടെ വിങ്ങിക്കുഴഞ്ഞു ഞാനെത്തിടുമ്പോൾ ദൂരത്തു കാണുകയാണെന്റെ ചിത്തം ചേലൊത്ത നിൻ കരുണാത്ത ഹസ്തം. വാതിൽക്കൽ എന്നെയും നോക്കി നോക്കി വാടിത്തളർന്നതും നിന്റെ നേത്രം. തെറ്റു നീ ഏതും പൊറുക്കുമെന്നാൽ കുറ്റബോധമേ നശിക്കുകയില്ല. കെട്ടിപ്പിടിച്ചുമ നൽകുമെന്നാൽ ഞെട്ടറ്റു ദുഃഖം ബാധിക്കുകയില്ല. അന്നൊരു രാവിലെ ഞാൻ യാത്ര ചൊല്ലി നിന്നെയും വിട്ടപ്പടിയിറങ്ങി. ഖിന്നതയാർന്നു കുഴഞ്ഞു നിന്ന നിൻ കഴൽ കൂപ്പാതെ ഞാനിറങ്ങി. എൻ മടിക്കുത്തിൽ കുലുങ്ങിയാടും പൊൻകിഴി നിന്നെ പരിഹസിച്ചു. എന്നിൽ നിറഞ്ഞോരഹന്തയോ നിന്ദയാ ഭാഷണം ധിക്കരിച്ചു. നിന്നെ മറക്കുവാൻ മദ്യപിച്ചു. നന്മയെപ്പോതും വ്യഭിചരിച്ചു. മണ്ണിനിരുണ്ട മാർഗങ്ങളൂടെ തെന്നിത്തടഞ്ഞു ഞാൻ സഞ്ചരിച്ചു. എന്നെ തിരഞ്ഞല്ലി നീ തുറന്നു വിണ്ണിന്റെ താരകജാലകങ്ങൾ. എന്നെ കാണഞ്ഞല്ലി നീ പൊഴിഞ്ഞു കണ്ണുനീരിന്റെ ഹിമഗണങ്ങൾ. പൊൻകിഴിക്കെട്ടിൽ മുഴുപ്പ് കണ്ടൻ മുന്നിൽ കുഴഞ്ഞാടിലോചനങ്ങൾ. തിന്മകൾ ജാതാനുഭാവലോലും മന്ദമായി വീശി വെഞ്ചാമരങ്ങൾ. പാതി വിടർന്നൊരൻ ജീവിതത്താൽ ചൂതുകളിക്കുവാൻ ഞാനിരുന്നു. ലോഭങ്ങളാൽ എൻ്റെ ജീവനത്തിൽ ലാഭം വളർത്തുവാൻ ഞാൻ മുതിർന്നു. കാമങ്ങളൻ മുക്തഭാവമെല്ലാം ഹോമം കഴിക്കുകയായിരുന്നു. മണ്ണിൻ വികാരമൻ ചിന്തയെല്ലാം വെണ്ണീറിലാട്ടുകയായിരുന്നു. എന്നെ തിരഞ്ഞല്ലി നീ തെളിച്ചു മിന്നൽ പിണരിന്റെ തീ വെളിച്ചം.
എന്നെയോ തല്ലി വിനിർഗമിച്ചു നിന്നെഞ്ചിടി പിന്നിടിമുഴക്കം പൊൻകിഴിക്കെട്ടിൻ ചരടുപൊട്ടി എൻ കഴിവെങ്ങോ കളഞ്ഞുപോകേ നന്ദിച്ചു നിന്നപ്പോൾ കാമിതങ്ങൾ എന്നെ പിരിഞ്ഞു നടന്നകന്നു തോളത്തു കൈവച്ചതോഴ പോലും കാണാത്ത മട്ടിലകന്നു നിന്നു ജാലക പിന്നിൽ നിന്നെന്നെ നോക്കും കാമിനിക്കോമൻ മുഖം തിരിഞ്ഞു പൊന്നാഭജിന്നി പറന്നു വന്ന മിന്നാമിനുങ്ങുകൾ മണ്ണടിഞ്ഞു സങ്കൽപ്പനാഗമലങ്കരിച്ച തങ്കക്കിനാക്കൾ തകർന്നുടഞ്ഞു കണ്ണിൽ കരടായി കിടന്നതെല്ലാം കണ്ണീരൊലിപ്പിച്ചൊലിച്ചുപോയി നെഞ്ഞിൽ ഇരുട്ടായി നിറഞ്ഞതെല്ലാം മഞ്ഞവെയിലിൽ അലിഞ്ഞുപോയി കാലം പതുക്കയൻ കൺതുറക്കെ ബോധം തെളിഞ്ഞു ഞാൻ അമ്പരന്നു പാരിന്റെ മാറത്തു കണ്ടതെല്ലാം വാരുറ്റ സത്യങ്ങളായിരുന്നു ആരാമ ഭംഗി പകർന്നതെല്ലാം ആരാധ്യശുദ്ധികളായിരുന്നു ആലോകനീയ വിഭൂതിയെല്ലാം ആലോചനാമൃതമായിരുന്നു മേലേക്ക് കൈപൊക്കി മാമരങ്ങൾ മാനത്തു പൂമാല ചാത്തി നിൽപ്പു പാടത്തിറങ്ങും പിറാക്കളെല്ലാം ചേണുറ്റ കൊക്കിൽ കതിർ നിറപ്പൂ ആരും വിതയ്ക്കാതെ കൊയ്യുകില്ല പാരിന്റെ മാറിലെ പൊൻഫലങ്ങൾ ഞാനോ വിതച്ചുപോയി കൽമഷങ്ങൾ ഞാനിന്നു കൊയ്യുന്നു ദീവിഷങ്ങൾ പാരം തളർന്നു കുഴഞ്ഞുരന്നെ ആരും തിരിഞ്ഞിനി നോക്കുകില്ല ഞാനിന്നു മണ്ണിലോട്ടാരുമല്ല നീ എന്നെ ഇന്നെനിക്കാരുമില്ല ദൂരത്തു ഗംഗയാണെന്റെ ചിത്തം ചേരൊത്ത നിൻ കരുണാദ്രഹസ്തം വാതിൽക്കലെന്നെയും നോക്കി നോക്കി വാടിത്തളർന്ന നിൻ ദീനനേത്രം തെറ്റു നീ ഏതും പൊറുത്തിടുമ്പോ കുറ്റബോധമേ നശിച്ചുവെങ്കിൽ കെട്ടിപ്പിടിച്ചുമ്മ നൽകിടുമ്പോ ഞെട്ടറ്റ ദുഃഖം ബാധിച്ചുവെങ്കിൽ ഈ അഭിമുഖത്തില് താമ്പ പ്രസ്തുതത്തിന് വേണ്ടി ഈ സമയം അനുവദിച്ചു തന്ന ചെറിയാൻ സാറിനും കുടുംബത്തിനും ആദ്യമേ നന്ദി പറയുകയും ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യിച്ച് ഈ ഒക്ടോബർ 24-നാണല്ലോ അങ്ങയുടെ ജന്മദിനം. അങ്ങേക്ക് 80 വയസ്സായി എന്ന ഒരു തോന്നൽ ഇപ്പോൾ മനസ്സിലുണ്ടോ?
80 80 എന്ന തോന്നൽ തീർച്ചയായും ആർക്കുണ്ടാകുന്നതാണ്. പക്ഷേ ഈ പ്രായം എന്ന് പറയുന്നത് സമയത്തിൻ്റെ ഒരു അളവാണ്. ഒരിടത്ത് നിന്ന് ആരംഭിച്ച് വേറൊരിടത്ത് എത്തിച്ചേരുന്ന ഒരു കാലയളവിന് വർഷമെന്ന് നമ്മൾ പറയും. അതൊരു സമയത്തിൻ്റെ അളവ്. പക്ഷേ മനുഷ്യൻ തന്നെത്താനെ അവൻ്റെ പ്രായത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ അളവല്ല കാണുന്നത്. പിന്നെയോ മാനസികമായി തനിക്കുണ്ടായ വളർച്ചയുടെ അളവാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ആ വളർച്ച എങ്ങനെ ഉണ്ടാവും എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ ഒരു വലിയ തത്വസംഹിതയുടെ ഒരു ഭാഗമാണ്. എങ്ങനെ വളരണം എന്നുള്ളതിനെപ്പറ്റി പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. എങ്ങനെ വളരണം എന്നതിനെപ്പറ്റി എനിക്കുള്ള അഭിപ്രായം എൻ്റേത് മാത്രമായിരിക്കും. അത് ശരിയാവാം, തെറ്റാണ്. അപ്പം ആ ഒരു രീതിയിൽ കാണുമ്പോൾ പ്രായം എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവ്, അതിൻ്റെ അളവ് കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ശാരീരികമായി എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളപ്പോൾ സമയം പോകുന്നതായി നമുക്ക് തോന്നില്ല. പക്ഷെ ആ കഴിവുകേട് വർദ്ധിക്കുന്നു. സമയം കഴിഞ്ഞുപോയി, തൻ്റെ കഴിവുകൾക്ക് വിഘ്നം വരുന്നു എന്നൊരു ചിന്ത നമ്മളിലുണ്ടാവും. അതുകൊണ്ടുണ്ടാവുന്ന ഒരു ഖേദം, ഒരു 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 നേട്ടത്തിൻ്റെ കുറവ്, അതിനെപ്പറ്റിയുള്ള അവബോധം, ഇതെല്ലാമാണ് പ്രായത്തെ ഉളവാക്കുന്നത്. പക്ഷേ മാനസികമായിട്ട് നമുക്കിതിനെ നേരിടാൻ കഴിയുന്നുവെങ്കിൽ നമുക്കൊരിക്കലും പ്രായം ഉണ്ടാവുകയില്ല. നമ്മൾ എന്നും ചെറുപ്പക്കാരനായിരിക്കും. പക്ഷേ ശാരീരികമായി അത് സാധ്യമല്ലെങ്കിലും മാനസികമായി സാധിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത ചോദ്യം, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളുടെ പ്രിയപ്പെട്ട കവിയാണ് താങ്കൾ. താങ്കൾ ഒരു ദിവസത്തെ ദിനചര്യ എങ്ങനെയാണ് ആരംഭിക്കുന്നതെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഒന്ന് വിശദീകരിക്കാം. എൻ്റെ ദിനചര്യയെ പറ്റി വാസ്തവത്തിൽ പറയേണ്ടത് എൻ്റെ ഭാര്യയാണ്. വളരെ രാത്രി വളരെ വൈകിയാണ് ഉറങ്ങുന്നത്. അപ്പം രാവിലെ എപ്പോഴും ഞാൻ ഉണർത്തി കഴിഞ്ഞേ ഉണരുള്ളൂ. രാവിലെ ഉറങ്ങുന്നതാണ് സാധാരണ ഇഷ്ടം. അത് കഴിഞ്ഞ് പിന്നെ ദിനചര്യകൾ ഇങ്ങനെ തുടങ്ങി ബാത്റൂം കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 1-2 മണിക്കൂറുകൾ എടുക്കും. ബാത്റൂമിൽ കണ്ണാടിയിലോട്ടൊക്കെ നോക്കി നിൽക്കുമ്പോൾ ചിലപ്പോൾ സംസാരിക്കുന്നതൊക്കെ കേട്ട് ഞാൻ ചെന്ന് നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന് പിന്നെ മുറിയിൽ ഏതാണ് 40 minutes 1 hour ഒരു പ്രെയറുണ്ട്, മെഡിറ്റേഷൻ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ച് കഴിഞ്ഞ് എക്സസൈസിന് പോകും. ജിംനേഷ്യത്തിൽ YMCA. അതാണ് രാവിലത്തെ കുട്ടികൾ. പിന്നെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം അതിന് ശേഷമായിരിക്കും ചെയ്യുക. പക്ഷേ ഈ ജിംനേഷ്യത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. കാരണം ആരോഗ്യപരമായിട്ട് നമുക്ക് പല നേട്ടങ്ങൾ അതിൽ നിന്നുണ്ടാവാൻ സാധിക്കും. അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. അല്ലാതെ ഇതിനെപ്പറ്റിയും സാധാരണ ഈ പ്രായത്തിലുള്ളവരുടെ ക്ഷീണതയോ മറ്റ് കുറവുകളോ ഒന്നും പുള്ളിക്കാരനില്ല. ഞങ്ങളുടെ ഗ്രാൻഡ് ചിൽഡ്രനെ സ്കൂളിൽ കൊണ്ടുവരുന്നു. ഞങ്ങൾ എന്നും അവരെ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. പിന്നെ മറ്റ് ഞങ്ങളുടെ ഡെയിലി റുട്ടീൻ എല്ലാം ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്, പുള്ളിക്കാരൻ തന്നെയാണ്. അടുത്ത ചോദ്യം, അങ്ങയുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച്, അമേരിക്കൻ പ്രവാസ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കി പറയാൻ പറ്റുമോ? അമേരിക്കൻ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എൻ്റെ കാവ്യ രചനാരി ജീവിതത്തിൻ്റെ ഒരു അന്ത്യഘട്ടത്തൊട്ട് ആരംഭിക്കുന്ന മിക്കവാറുമുള്ള എൻ്റെ രചനകളെല്ലാം ഡൽഹിയിൽ വെച്ചാണ് നടന്നത്. അതിനുശേഷം ഇവിടെ വന്നിട്ടുണ്ടായ 2ാം ഘട്ടം കുറേ കഴിഞ്ഞിട്ടാണ്. 1973 ഇവിടെ വന്നെങ്കിലും 79 തൊട്ടാണ് ഞാൻ പിന്നീട് എഴുതാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞുള്ള ഇങ്ങോട്ടുള്ള എഴുത്തും ആരംഭകാലത്തിലെ തീക്ഷ്ണമായ എഴുത്തും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. കാരണം ആരംഭത്തിലെ തീക്ഷ്ണത ഈ 2ാമത്തെ ഘട്ടത്തിൽ ഉണ്ടായില്ല. പക്ഷേ 2ാം ഘട്ടത്തിൽ കൂടുതൽ അവധാനതയുണ്ട്. ഈ കാര്യങ്ങളിൽ ഇറങ്ങിച്ചെല്ലാനും അതിനെ പ്രകടിപ്പിക്കാനുള്ള ഒരു താല്പര്യവുമൊക്കെ ഉള്ളതാണ്. അപ്പം രചനയെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഘട്ടങ്ങൾ 2 വിവിധങ്ങളായ ഘട്ടങ്ങൾ തന്നെയാണ്. ഇതിനെപ്പറ്റി പറയാനുള്ളൂ. പ്രവാസ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൽ നമുക്ക് കിട്ടിയ അനുഭവങ്ങളൊന്നും
ഇവിടെ കിട്ടുന്നില്ല. ഇവിടെ ലഭിക്കുന്ന അനുഭവങ്ങൾ വളരെ വിഭിന്നമാണ്, പലതും നമുക്ക് വിചിത്രമായിട്ട് തോന്നിയത്. പിന്നെ അവയോടെ ഇടപഴകണമെങ്കിൽ കാലം കൊണ്ട്, അറിവ് കൊണ്ട്, വായന കൊണ്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും അവയോടെല്ലാം പൂർണ്ണമായിട്ടും പൊരുത്തപ്പെടാൻ വളരെ വർഷങ്ങൾ വേണ്ടിവരും, അല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെ ജനിക്കേണ്ടി വരും. ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ പ്രവാസ ജീവിതം ഇതൊക്കെയാണെങ്കിലും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മറ്റു പല തലങ്ങളിൽ ഈ ഇവിടുത്തെ ജീവിതം കേരളത്തിലെ ജീവിതമായിട്ട് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. ഇവിടെ കിട്ടുന്ന വിവിധ അവസരങ്ങൾ, വളരാനുള്ള അവസരങ്ങളൊന്നും കേരളത്തിൽ ഇന്നും ഉണ്ടെന്ന് തോന്നി. അപ്പം അതിൻ്റെ കാര്യമായ വ്യത്യാസം. സാറിൻ്റെ ഭക്ഷണം, അസുഖങ്ങൾ, മരുന്നുകൾ ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? 80 year old അസുഖങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു ആസ്മയുടെ അസുഖമുണ്ട്, അത് മെഡിസിൻ കൊണ്ട് കൺട്രോളായി ഇരിക്കുകയാണ്. അല്ലാതെ അല്പം ബോർഡർ ലൈൻ ബ്ലഡ് പ്രഷറുണ്ട്, അതിനും മരുന്നെടുക്കുന്നു. പിന്നെ ആഹാരം എന്തും വേണമെങ്കിലും കഴിക്കും. ആഹാരം കഴിക്കുന്നതിന് അങ്ങനെ പഥ്യമൊന്നുമില്ല. എന്തൊക്കെ എവിടെ കണ്ടാലും കഴിക്കും. മധുരം അധികം കഴിക്കില്ലെന്നേ ഉള്ളൂ, മറ്റ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ വെജിറ്റേറിയനാണ്. മീറ്റ് കൂട്ടുകയില്ല, മീറ്റ് കൂട്ടില്ല, ഒരു വിധത്തിലുള്ള മീറ്റും കഴിക്കും. മത്സ്യം കഴിക്കും, പിന്നെ പച്ചക്കറികളേ ഉള്ളൂ. സാറ് ഡൽഹിയിൽ വെച്ചാണ് കവിതാരചന ആരംഭിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു ആ സാഹചര്യം? അന്ന് ആരൊക്കെ ആയിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നത് എന്ന് പറയാം. അതൊരു ശരിക്കും 1957 ഞാൻ ഡൽഹിയിൽ ചെല്ലുന്നത്. അവിടെ നിന്ന് ജോലിയായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വാണിജ്യ വകുപ്പിലെ എക്സിബിഷൻസ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഡയറക്ടറേറ്റിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. 1959 ഒരു ദിവസം വൈകിട്ട് കരോൾ ബാഗിലേക്ക് പോകാൻ ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു രവിവർമ്മ തമ്പുരാൻ, ചേർത്തല കോവിലിലെ. അദ്ദേഹം എൻ്റെ ബോസായിരുന്നു. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ചെറിയാൻ വരുന്നോ, ഇവിടെ കേരള ക്ലബിൽ പോവുകയാണ്. ഡൽഹിയിലെ കേരള ക്ലബിൽ, വളരെ പ്രസിദ്ധമായ ഒരു ക്ലബ്ബാണ്. അവിടെ പോവുകയാണ്. അവിടെ ഒരു പുതിയ ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട്, സാഹിതി സഖ്യം എന്നാണ് അതിൻ്റെ പേര്. അത് ആരെങ്കിലും ഒരു കവിതയോ കഥയോ വായിക്കും, എന്നിട്ട് മറ്റുള്ളവർ വിമർശിക്കും, നല്ല രസമായിരിക്കും വരുന്നത്. ശരി, പോയി കളയാമെന്ന് വിചാരിച്ചു ഒരുമിച്ച് പോയി. അവിടെ ചെന്നപ്പോൾ ഒരാളൊരു വളരെ ശുഷ്കമായൊരു കവിത വായിച്ചു. ഈ രവിവർമ്മ തമ്പുരാൻ്റെ ഒരു പ്രത്യേകത നല്ലതെന്നും ചീത്തയെന്നും തുറന്നു പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എണീറ്റ് എന്ന് പറഞ്ഞ് ഈ കവിത കൊള്ളില്ല, ഇത് കവിതയെന്ന് പോലും പഠിക്കാൻ പറ്റില്ല, അത്ര മോശമാണ് പറയും. അപ്പം ഈ കവിയുടെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കയറി തമ്പുരാനുമായിട്ട് അതൊക്കെ തർക്കിക്കുകയൊക്കെ ചെയ്തു. ചില വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ വന്നയാളാണ് ഞാൻ. കൂടാതെ തമ്പുരാൻ എൻ്റെ ബോസാണ്. സ്ഥിതിക്ക് കയറി ഇടപഴകേണ്ടത് എൻ്റെ ഒരു കടമയായിരുന്നു. എന്ന് ഞാൻ തമ്പുരാൻ പറഞ്ഞത് ശരിയാണെന്നുള്ള മട്ടിൽ കുറേയൊക്കെ സംസാരിച്ചു. സംഗതികളൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ PK നാരായണൻ നായരുണ്ട്. അദ്ദേഹം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ CID വകുപ്പിൻ്റെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനാണ്, വളരെ ഉയർന്ന ഉദ്യോഗസ്ഥൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനാണ് ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നത്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ഒക്കുമോ, ചെറിയാനൊരു കവിത വായിക്കാൻ ഒക്കുമോ ചോദിച്ചു. അപ്പോൾ അതുവരെ എന്തോ 1-2 കവിതകൾ മറ്റോ കാര്യമായിട്ടുള്ളതല്ല എഴുതിയിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ ആ ഉദ്വേഗത്തിന് ഞാൻ പറഞ്ഞു, ശരി വായിക്കാം. അപ്പം അദ്ദേഹം പറഞ്ഞു, ശരി, 1 മാസം കൊണ്ട് എഴുതി തന്നാൽ മതി, ശരിയാക്കാം. ആട്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി. അവിടുന്ന് 2 ആഴ്ചത്തെ ഭഗീരഥ യജ്ഞം കൊണ്ട് ശകുന്തളയുടെ മാൻപേട എഴുതി. അത് അവിടെ കൊണ്ടുപോയി വായിച്ചപ്പോൾ എന്നെ വിമർശിക്കാനായിട്ട് ആ മുറി നിറയെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിമർശകരെല്ലാം മാറി എൻ്റെ കവിത നല്ലതാണെന്ന് വളരെ ആർദ്രമായിട്ട് എന്നെ സ്വീകരിക്കുകയും എനിക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു. ഇതിന് പിന്നീട് പിൽക്കാലത്ത് അവരെപ്പോഴും എന്നെ ഒരു കൈവെള്ളയിലെ നെല്ലിക്ക പോലെ തലതലാ മലകം പോലെ എന്നോട് പെരുമാറുകയും എന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് പിൽക്കാലത്ത് മാതൃഭൂമിയിൽ ആദ്യമായി എൻ്റെ കവിത വരാൻ പ്രസിദ്ധീകരിക്കാൻ കാരണം. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലം ഉണ്ടായി.
പക്ഷേ ഇത് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ്. 59 കാര്യമാണ്. ഇപ്പോഴും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. മോർ ദാൻ 50 years ആയിട്ട് ഇന്നും കേരള ക്ലബിലെ സാങ്കേതിക സംഘം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ സദസ്യരെ പറ്റി പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. അവരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ IAS ഓഫീസേഴ്സ് മറ്റുമാണ്. വളരെയേറെ വായനയുള്ളവരും വിദ്യാഭ്യാസമുള്ളവരാണ്. അവർ വന്നാൽ ഏത് കൃതിയെപ്പറ്റിയാണെങ്കിലും ആധികാരികമായി സംസാരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അവരത് അതാണ് ഇതിൻ്റെ ഈ സംഘടനയുടെ വിജയത്തിന് ഒരു കാരണം. കൂടാതെ പിൽക്കാലത്ത് മറ്റു പലരും അവിടെ വന്ന് പ്രശസ്തരായി തീർന്നു. കാക്കനാട് മുകുന്ദൻ, MP നാരായണപിള്ള, പിന്നെ അവരെ ക്ഷണിച്ചു വരുത്തിയ എഴുത്തുകാരാണ് OV വിജയനും VKN. ഇവരെല്ലാം അതിപ്രഗത്ഭരായ എഴുത്തുകാരായി. OV വിജയൻ, M മുകുന്ദൻ എന്നിവരെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? OV വിജയൻ ശിക്ഷണാശാലിയായ ഒരു ജീനിയസ് ആയിരുന്നു. ഏത് സബ്ജക്റ്റ് കൊണ്ടുവന്നാലും അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യരായിരുന്നു OV വിജയൻ. VKN അതുപോലെ. VKN വാസ്തവത്തിൽ വിജയനേക്കാൾ ഏറെ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ സംസാരിക്കില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം ഫലിതജ്ഞനായിരുന്നു. അതേസമയം എന്തെങ്കിലും ഒരു ഉപദേശം കിട്ടണമെങ്കിൽ VKൻ്റെ അടുത്ത് ചെല്ലുന്നതായിരുന്നു ഏറെ ഉചിതം. കാക്കനാടിനും ധാരാളമായി സംസാരിക്കുമായിരുന്നു. മുകുന്ദൻ പക്ഷേ ഇവരെക്കാൾ വളരെ വ്യത്യസ്തനായിരുന്നു. കാരണം അദ്ദേഹത്തിന് സംസാരിക്കുന്നതിലേറെ ഇരുന്ന് എഴുതുകയായിരുന്നു താല്പര്യം. മയ്യരപ്പുഴയുടെ തീരങ്ങൾ എന്ന പ്രശസ്ത നോവൽ അദ്ദേഹം ആ കാലത്ത് ഡൽഹിയിൽ വെച്ച് എഴുതിയത്. പിന്നെ സാഹിത്യപരമായിട്ട് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ആളാണ് കാക്കനാട് MP നാരായണപിള്ള. അദ്ദേഹം സരസനായൊരു ചെറുകഥാകൃത്താണ്. 1973 സാറ് കുടുംബസമേതം അമേരിക്കയിലേക്ക് പോകുന്നത്. ഈ പറിച്ചു നടിയിൽ തെറ്റായി പോയി, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? 73 ഞാൻ വന്നത്. പക്ഷെ എൻ്റെ ഭാര്യ 72 73 വന്നിട്ട് കുട്ടികളെയും കൊണ്ടാണ് ഞാൻ വന്നത്. ഇവിടെ വന്നുള്ള ആരംഭ ജീവിതം ഇത്തിരി പ്രയാസകരമായിരുന്നു. കാരണം 3 കുട്ടികളും ഒരു ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് നടക്കണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ഈ വരവ് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ജോലിയൊക്കെ ആയി വേണ്ടത്ര വരുമാനമൊക്കെ ആയപ്പോൾ നമ്മുടെ സാമ്പത്തിക ശേഷി വർദ്ധിച്ചതോടൊപ്പം നമ്മുടെ ജീവിത നിലവാരവും വർദ്ധിച്ചു. അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെയൊരു നിലവാരം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത രീതിയിൽ വളർന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്, ഏവരും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ആ ഒരു രീതിയിൽ അമേരിക്കയിൽ വന്നത് ഒരു നഷ്ടമെന്ന് ഞാൻ കരുതുന്നില്ല. സാഹിത്യപരമായി പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ OV വിജയനും VKനും വാക്കനാടിനും മറ്റുമായിട്ടുണ്ടായിരുന്ന സമ്പർക്കം ഇവിടെ ലഭിക്കുന്നില്ല. അത് മറ്റൊരു തലമാണ് എന്നുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ അതേപ്പറ്റി ഞാൻ സങ്കടപ്പെടുന്നില്ല. അതിന് വേറെ ധാരാളം വായിക്കാൻ പുസ്തകങ്ങൾ അമേരിക്കയിൽ കിട്ടും. അത് ഈ കുറവിനെ കാര്യമായി നികത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പേർ അറിയുവാനും കൂടുതൽ അവാർഡുകൾ കിട്ടാനും ഒക്കെ സാധ്യതയില്ലായിരുന്നു എന്ന് പറയുന്നതിനൊന്നും വലിയ അർത്ഥമില്ല. കൂടുതൽ ആൾക്കാരെ അറിയുക എന്ന് വേണ്ടത്ര ആൾക്കാർ എന്നെ അറിയുന്നുണ്ട്. ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ ഇവിടെ ആയതുകൊണ്ട് അധികം നാട്ടിലേക്ക് അയക്കാറില്ല എന്ന ഒരു പ്രത്യേകതയുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന കാലത്ത് മിക്കവാറും മാസത്തിൽ ഒരു കവിത വെച്ചെങ്കിലും മാതൃഭൂമിയിൽ വരുമായിരുന്നു. മാതൃഭൂമിയിൽ ആദ്യമായി കവിത പ്രസിദ്ധീകരിച്ച ക്രിസ്ത്യാനികളിൽ ഒരാളാണ് ഞാൻ. അതിനു മുമ്പ് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കവിതകൾ. പക്ഷെ അതങ്ങനെ നടന്നും ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം NV കൃഷ്ണവാര്യർ, അദ്ദേഹമാണ് എന്നെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ച സാഹിത്യകാരൻ. അദ്ദേഹം മാതൃഭൂമി വിട്ടു പോവുകയും പിന്നെ അതോടെ മാറുകയും ഇതിനിടയിൽ എൻ്റെ ജീവിതത്തിന് കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതിനൊന്നും എനിക്ക് ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ അവാർഡ് കിട്ടുമായിരുന്നെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അവാർഡുകൾക്ക് പുറകെ പോകുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല എന്നേ ഉള്ളൂ. അപ്പം അതൊന്നും ഒരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല. കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ
എന്തോ ഏതാണ്ട് കൂടുതൽ കിട്ടുമായിരുന്നെന്നോ അതുകൊണ്ട് ഏറെ പ്രശസ്തനാകുവാനോ ഈ പ്രശസ്തിയിലൊന്നും വലിയ അർത്ഥമില്ല. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൻ്റെതാണ്. ഒരു കാലഘട്ടത്തിൻ്റെ രീതിയിൽ ഞാൻ എഴുതി, ഇന്ന് മറ്റൊരു കാലഘട്ടത്തിൻ്റെ രീതിയിൽ എഴുത്തുകാർ എഴുതുന്നു. ഇനി വരാൻ പോകുന്നൊരു വേറൊരു കാലഘട്ടത്തിൻ്റെതായ രചനയ്ക്ക് തയ്യാറാകുന്നു. ഇതെല്ലാം ഭാഷയ്ക്ക് വരുന്ന വ്യതിയാനങ്ങളോട് ബന്ധപ്പെട്ടവർ. ഇവയെ തമ്മിൽ താരതമ്യപ്പെടുത്തി വരുമ്പോൾ ഏതാണ് നല്ലത് എന്നത് ആശയപരമായ വ്യത്യസ്തതകളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നയാളാണ് വലുത്, ഇന്നയാളാണ് ചെറുത് എന്ന് പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. കുറച്ച് നേരമായാലും അവിടെ പുരയ്ക്കകത്തിരിക്കുന്നു. നമുക്ക് വെളിയിലേക്കൊന്ന് അടുത്ത കവിത കാവടിയാട്ടം. പുലർവട്ടം വന്ന് വെള്ളം കീറിയപ്പോൾ എന്നെ കണ്ട് നാണിച്ചുപോയ ഒരു തൊട്ടാൽവാടി തലകുനിച്ചു. ചെമ്പരുത്തിപ്പൂക്കൾ നാവു നീട്ടി കാണിച്ചു. മരക്കൊമ്പിലെ കിളി കൂവേ കൂവേ എന്ന് ഹസിച്ചു. ഞാൻ നടന്നു. നാവിൽ ചൂലം തറച്ച കാവടിയാട്ടക്കാരനെ പോലെ നിശബ്ദം, നിരുപായം, പകലിന്റെ ചെങ്കനൽ ചൂളയ്ക്കുമേലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞാൻ നടന്നു. കരിമേഘം മഴവില്ലും പേറി എന്നോടൊത്തു ഗമിക്കെ പകൽ കെട്ടിയ നെറ്റിപ്പട്ടവുമായി അകലത്തെ ചക്രവാളത്തിൽ മതയാന കുന്നുകൾ എഴുന്നള്ളാൻ നിരന്നു. ദൂരെയെങ്ങോ കടൽ തിരകൾ കുരവയിട്ടു ഭജിച്ചു. എന്നെ കാണമാമരങ്ങൾ തലയാട്ടി രസിച്ചു. ഞാൻ നടന്നു. പകലിന്റെ ചെങ്കനൽ ചൂളയ്ക്കുമേലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞാൻ നടന്നു. പിന്നെ ആകാശമെന്ന പ്രതിഷ്ഠയുടെ വൈരക്കല്ലുകൾ തിളങ്ങി ഇരുളിന്റെ പായ നിവർത്തി ഇവിടെ കിടക്കാം എന്ന് രാത്രി പറഞ്ഞു. അങ്ങനെ ഒന്നാം ദിവസം. നാളെ വീണ്ടും കാവടിയാട്ടമാണ്. അങ്ങനെ എന്നുമെന്നും കാവടിയാട്ടം തന്നെ. കാരണമെന്തെന്നോ, ആത്മാവിന്റെ കോവിലെപ്പോഴും ഉത്സവമേളം. ഒരിക്കലും 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 നിലയ്ക്കാത്ത ഉത്സവമേളമാണ്. ഉത്സവമേളമാണ്. വ്യത്യസ്തമായ ജീവിതത്തിലേക്ക് മാറാം. അപ്പം അങ്ങയുടെ നേതൃത്വത്തിൽ ന്യൂയോർക്കിലുണ്ടായ മലയാള സാഹിത്യ കൂട്ടായ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സാറ് വളരെ കാലം ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഫ്ലോറിഡയിലേക്ക് മാറിയതാണ്. അപ്പോൾ അമേരിക്കൻ പ്രവാസ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ന്യൂയോർക്കിലെ മലയാള സാഹിത്യ കൂട്ടായ്മയെ കുറിച്ചൊക്കെ പറയാം. ഞാൻ ന്യൂയോർക്കിൽ ചെല്ലുന്ന കാലത്ത് അവിടെ ചില സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ടൊന്നും ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ ചെന്നതിന് ശേഷം അവിടെ സാഹിതി സംഘം എന്ന് പറഞ്ഞൊരു സംഘം കേരള സെൻറ്ററിൽ വെച്ചായിരുന്നു, ന്യൂയോർക്കിലെ കേരള സെൻറ്റർ. ആ നടപ്പ്, ആ ഒരു സംഘടന കുറേ കാലം വളരെ സക്സസ്ഫുള്ളായിട്ട് വിജയകരമായിട്ട് അവിടെ നടക്കുകയും ധാരാളം ആൾക്കാർ പങ്കുചേരുകയും ചെയ്തു. ഒരു കാലയളവിൽ കുറഞ്ഞത് 50-60 പേര് എല്ലാ വെള്ളിയാഴ്ച ദിവസവും വരുമായിരുന്നു. അതിനുശേഷം അതിൻ്റെ പേര് മാറി സർഗവേദി എന്നാക്കി. അപ്പോൾ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഞാനതിൽ നിന്ന് മാറി സാഹിതി സംഘം എന്ന സംഘടന മറ്റൊരിടത്ത് തുടങ്ങി 7.5 വർഷക്കാലം നടത്തി. വളരെ വിജയകരമായിരുന്നു.
ധാരാളം പേരെ കഥകളും CMC മുതലായ എഴുത്തുകാർ അവരിലൂടെ വന്നു വരാം, ആ സംഘടനയിലൂടെ വന്നു വരാം. ധാരാളം എഴുത്തുകാരുണ്ടായിരുന്നു, പലർക്കും ഇതിൽ താല്പര്യമുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ജീവിത പ്രശ്നങ്ങളൊക്കെ അല്ലേ കൂടുതൽ വന്നപ്പോൾ ഏറെ ആൾക്കാർക്ക് വരാൻ സാധിക്കാതെ വന്നൊരു കണ്ടത് ഞാൻ നിർത്തിക്കളഞ്ഞു. പക്ഷേ 7.5 വർഷക്കാലം മുടങ്ങാതെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നിട്ടുള്ള ഒരു പ്രവണതയായിരുന്നു. പ്രവാസ ജീവിതം എപ്പോഴും എഴുതാൻ വക നൽകുന്ന ഒരു 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 അനുഭവമാണ്. അപ്പോൾ മലയാളി എന്നല്ല ആർക്കാണെങ്കിലും അവരുടെ ഭാഷയിൽ എഴുതാൻ വേണ്ടത്ര വേണ്ടത്ര വസ്തുതകൾ, സംഭവങ്ങൾ ഇതൊക്കെ പ്രദാനം ചെയ്യുന്നതാണ് ഈ പ്രവാസ ജീവിതം. എപ്പോഴും ദുഃഖത്തിൻ്റെതായ ഒരു അംശം അവരുടെ അനുഭവങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി പ്രതിപാദിക്കാൻ എല്ലാവർക്കും താല്പര്യവും ഉണ്ടായിരുന്നു, വായിക്കാൻ ആൾക്കാർക്ക് ആഗ്രഹവും ഉണ്ടാകും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പ്രവാസി സാഹിത്യരചനയിൽ മുഴുകേണ്ടത് ആവശ്യമാണ്. എഴുതുന്ന ഭാഷ എന്താവട്ടെ, എഴുതിയതിൻ്റെ താരിഫ് എത്ര കണ്ടും ഉയർന്നതാവട്ടെ കുറഞ്ഞതാവട്ടെ അതേപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഏവരും എഴുതണം. ഈ സാഹിത്യ രചനയിലൂടെ മാത്രമേ മനുഷ്യന് മനുഷ്യനായിട്ട് വളരാൻ സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത്. ഇന്ന് രാവിലെ ന്യൂയോർക്കിൽ നിന്നും ഡോക്ടർ ഘോഷ്, ആന്റണി ചേട്ടൻ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഈ പഴയ സാഹിതി സംഘത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ആരൊക്കെയായിരുന്നു മറ്റ് ആളുകൾ പങ്കെടുത്തിരുന്നത്? മറ്റാളുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂയോർക്കിൽ ഈ സാഹിത്യ സംഘത്തിലുണ്ടായിരുന്ന മറ്റ് കവികൾ ന്യൂയോർക്കിൽ വെച്ച് സാഹിതി സംഘം എന്നൊരു സംഘടന രൂപീകരിക്കുകയും അത് വളരെ വിജയകരമായി ഏതാണ്ട് 7.5 വർഷക്കാലം നീണ്ടുപോവുകയും ചെയ്തു. ഇത് കൂടാതെ അവിടെ മറ്റ് സംഘടനകളുണ്ടായിരുന്നു, കേരള സെൻറ്ററിനോട് ബന്ധപ്പെട്ടതായ സംഘടനകളുണ്ടായിരുന്നു. അവയോടൊക്കെ ഒത്തുചേർന്ന് എല്ലാത്തിനും പങ്കുചേർന്ന് കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ആരംഭിച്ച് സാഹിത്യകാരന്മാരായി തീർന്ന പലരും അമേരിക്കയിലുണ്ട്. ഒരു ലിസ്റ്റ് പറയണം എന്ന് വെച്ചാൽ നമുക്ക് CMCയിൽ നിന്ന് ആരംഭിക്കേണ്ടി. CMC മനോഹർ തോമസ്, ഘോഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന മിസ്റ്റർ ആന്റണി, ജയൻ KC, ജയൻ വർഗീസ്, രജീസ് നെടുങ്ങാടപ്പള്ളി, LC യോഹന്നാൻ ശങ്കരൻ, സാംസി കൊടുമ, രാജു മൈലപ്ര, വാസുദേവ് പുളിക്കൽ, ജോൺ വേറ്റം, ജേക്കബ് തോമസ്, റീനി മമ്പലം, നീന പനിക്കൽ, ജോസഫ് നമ്പിമഠം, രാജു തോമസ്, തെക്കേ മുറി, ജോർജ് മണ്ണിക്കരോട്, ഡോക്ടർ MB പിള്ള, J. മാത്യൂസ്, MST, ഡോക്ടർ സുശീല രവീന്ദ്രനാഥ്, ജോയൻ കുമരകം, പിന്നെ കേരള സെൻറ്ററിൻ്റെ കാരണഭൂതനായ മിസ്റ്റർ സ്റ്റീഫൻ. ഇവരെ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടിയിരിക്കും. മലയാള സാഹിത്യത്തിന് ഓരോ വിധത്തിൽ സംഭാവനകൾ ചെയ്തിട്ടുള്ളവരാണ് ഇവരേവരും. ഇവരുടെ സേവനങ്ങളെ നാം പ്രത്യേകം സ്മരിക്കേണ്ടതായി. ഓക്കെ, സാറിൻ്റെ ഒരു മഹത്തായ കവിത ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തൊരു ബോറാണെന്നോ ജീവിതം, പൊതുശാസ്ത്ര ചിന്തനം കളം വരച്ചിരുത്തുന്ന ഈ ജീവിതം. 1970-കളില് യുവാക്കളുടെ ഒരു മൂളിപ്പാട്ട് ആയൊരു കവിത. എന്നാൽ ഇങ്ങനെയൊക്കെ ജീവിതത്തെ ചിന്തിക്കാനും ആ കാഴ്ചപ്പാടിന് ഒരു പ്രചോദനം ഉണ്ടായത് ആ കാലഘട്ടത്തിലെ ആധുനിക കവിത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ വിഷമങ്ങളെ പറ്റിയുള്ളതായി. ജീവിക്കാൻ പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ അധികം പേർക്ക് ജോലിയില്ല, വളരെ ജോലിയില്ലാത്തവരാണ്, അൺഎംപ്ലോയിഡാണ്. ഇത് എങ്ങനെ കഴിയും? ഈ വിവാഹം ചെയ്യാനുള്ള പരിതസ്ഥിതിയില്ല. ആ ഒരു കാലഘട്ടത്തെ പറ്റിയാണ് കവിത. അപ്പം ജീവിതം എപ്പോഴും ഇനി ജോലി ഉണ്ടെങ്കിൽ തന്നെ ജീവിതം ഒരു ബോറാണ്. അതൊരു പൊതുശാസ്ത്ര ചിന്തനത്തിൻ്റെ കളത്തിൽപ്പെട്ട ഒരു ജീവിതം മാത്രമാണ്. ഇതാണ് അതിനെപ്പറ്റിയായിരുന്നു കവിത എഴുതാൻ കാരണം. അന്ന് ആധുനിക കവിത എന്ന് പറഞ്ഞൊരു സമാഹാരമുണ്ട്. അപ്പം അതിനെ കവിത രചിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ എനിക്ക് പ്രത്യേക അസോസിയേഷൻ എഴുതിയിരുന്നുണ്ട്. അവർക്ക് വേണ്ടി രചിച്ച കവിതയാണ് എന്തെങ്കിലും. അത് പിന്നെ പിൽക്കാലത്ത് മാതൃഭൂമി വരും. ആ കവിതയുടെ ഒരു പ്രത്യേകത ബോറാണ്. ഇത് ബോറാണ് തീം. അതുകൊണ്ട്
ആ കവിത ആ വായിക്കുമ്പോഴും വായിക്കുമ്പോൾ ആ ബോറടി തോന്നണം. അതുകൊണ്ട് ഒഴുക്കില്ലാത്തൊരു കവിത, അത് ആ ആശയത്തോട് ബന്ധപ്പെട്ട ഒരു രീതിക്ക്. അങ്ങയുടെ കാവ്യരചനാ രീതി ഒന്ന് വിശദീകരിക്കാം. അങ്ങല്ല അങ്ങയെക്കൊണ്ട് ഒരു ശക്തി പുറകിൽ നിന്ന് എഴുതിക്കുകയാണ് എന്ന് അങ്ങ് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. പ്രാണായാമം, യോഗ, അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലുള്ള ധ്യാനം, ഇവയ്ക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? യോഗാസനങ്ങൾ ചിലതൊക്കെ ചെയ്യുമെന്നല്ലാതെ ബ്രഹ്മമുഹൂർത്തത്തിലെ ധ്യാനം എന്ന് പറയുന്നതൊന്നും ഞാൻ ചെയ്യാറില്ല. ഒരു യോഗിയായിട്ട് തന്നെ ആരും കരുതുകയും വേണ്ട. അങ്ങനെയൊന്നും ചെയ്യാനുള്ള കഴിവെനിക്കില്ല. അതിന് വേണ്ടുന്ന കേന്ദ്രീകൃതമായ ഒരു ശക്തിയെ ആവാഹിച്ചെടുക്കാൻ വേണ്ടുന്ന കഴിവും എനിക്കില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ചില അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ചില കവിതകൾ എഴുതുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എന്താണ് എഴുതുന്നതെന്ന് അറിയാതെ പോവുകയും അതേസമയം ശക്തമായി എഴുതുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത. ഉദാഹരണത്തിന് ഈ ഭസ്മാസുരൻ എന്ന കവിത ഏതാണ്ട് 80 വരിയോളം വരുന്ന കവിത ഏതാണ്ട് 25-30 മിനിറ്റ് കൊണ്ട് എഴുതിയതാണ്. ആ കവിത എന്താണെന്നും എന്താണ് എഴുതുന്നതെന്നും എനിക്കറിയില്ലായിരുന്നു. ആരോ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, പേന കൊണ്ട് എഴുതുന്നത് വരിക, ഓരോ വരി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാം. സാർ തീർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് തീർന്നു, അടിവരയിട്ടു. അതിൽ നിന്ന് ഒരൊറ്റ വാക്ക് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ്. ഇതുപോലെ തന്നെ പാലാഴി മസനത്തിൽ 2 ഘട്ടങ്ങളിലായിട്ട് എനിക്ക് ഇങ്ങനെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് ചില കവിതകളിലൊക്കെ അല്പാൽപമായിട്ട് ഈ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിട്ടുള്ളത് ഈ ഭസ്മാസുരനും പാലാഴി മസനം. അതുപോലെ തന്നെ ആ 2 കവിതകളും മലയാള കവിതകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നു. അടുത്ത കവിത കവി കവി തത്വജ്ഞാനി. കാലത്തിന്റെ കടൽക്കരയിൽ ധ്യാനമൂകനാകും ഞാൻ. അത് ഞാനല്ല. എന്റെ കരൾ കക്കകളിൽ മുത്തിച്ചിപ്പികളില്ല. രക്തസാക്ഷി എന്ന് വിവേചിക്കരുത്. മുൾക്കിരീടം ചൂടി നിൽക്കും മനുഷ്യപുത്രൻ ഞാനല്ല. കാൽവരിയോളം കുരിശു ചുമക്കാൻ എനിക്കാവില്ല. നേട്ടമെന്തെന്നറിയാത്തവൻ എങ്ങനെ ലോകജേതാവാകാൻ? ഭർത്താക്കന്മാരെ ഞാൻ കൊല ചെയ്തിട്ടില്ല. ഭാര്യമാരെ ബലാൽ സംഘിച്ചിട്ടില്ല. രാഷ്ട്രീയ നേതാവെന്നോ നുണയുടെ വെള്ളി തവിയാൽ ഞാൻ ചതി വിളമ്പിയിട്ടില്ല. ഞാനേതോ ഉത്കണ്ഠയുടെ ഭൂമികമ്പനം, ഏതോ ഉദാത്തതയുടെ മന്ത്രാക്ഷര കവാടം, ഉൽപ്പതിഷ്ഠുത്വത്തിന്റെ ഉൽപ്രേക്ഷയും ഉല്ലേഖവും, ഉൽപ്പത്തിയുടെ മിന്നിപ്പൊലി എന്ന ഉൽക്കയ. ഞാനേതോ അപാര സമുദ്രത്തിന്റെ ആപേക്ഷിക സാന്ദ്രതയാണ്, ഏതോ നിയമസംഹിതയുടെ അവാന്തര വിഭാഗമാണ്. അശ്വമേധത്തിനിറങ്ങിയ അക്ഷരലേപിനി, ആയസോത്പാദന കേന്ദ്രത്തിന്റെ അഗ്നിസ്ഫുലിംഗ വിരേചന. ഞാനേതോ സാമ്രാജ്യത്തിന്റെ യുദ്ധവും സ്വാതന്ത്ര്യവും ദുഃഖവും സൗഭാഗ്യവും. ഓരോ ഭൂവിന്റെ മുന്നിലും ഞാൻ പൊട്ടിച്ചിരിക്കും. കാറ്റിന്റെ രാഗത്തിൽ, കടലിന്റെ താളത്തിൽ, അമ്മയുടെ മുലപ്പാൽ ഭാഷയിൽ പൊട്ടിക്കരയും. ചിരിച്ചോളൂ, ഭ്രാന്തനെന്നെ വിളിച്ചോളൂ.
മണ്ണിന്റെ ദാഹം തിരയുന്ന വിണ്ണില മരീചികയാണ് ഞാൻ. ഈ ഞാൻ കവിതയുടെ പേര് തേങ്ങ. കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ തെങ്ങിൻ ചോട്ടിലിരുന്ന് മുറുക്കുകയായിരുന്നു. പൊടുന്നനെ ഒരു പെരുന്തൻ തേങ്ങ ഞെടുപ്പറ്റ് താഴേക്ക് പോന്നു. അയൽക്കാരൻ പാലുശ്ശേരിൽ നാരായണപിള്ള കാഴ്ച കണ്ട് മേല് തരിച്ച് നിന്നുപോയി. തേങ്ങ ഉച്ചയ്ക്ക് തന്നെ വീണു. ദേവസ്യ പിന്നിലേക്ക് മലർക്കെ മരിച്ചെന്ന് തന്നെ നാരായണപിള്ള കൽപ്പിച്ചു. അത്ഭുതമെന്നേ പറയേണ്ടു. ദേവസ്യയ്ക്കല്ല പറ്റിയത് തേങ്ങയ്ക്കായിരുന്നു. അത് നാരോടെ പൊട്ടിക്കീറി അടുത്തുള്ള കുളത്തിൽ തെറിച്ചു വീണു. ഓടിയെത്തിയ നാരായണപിള്ളയെ കാണാൻ ചിരിക്കാനാണ് തോന്നിയത്. ഇത്ര പെരുത്തോരു തേങ്ങ ഇത്ര പൊക്കത്തിൽ നിന്ന് വീണിട്ടും താൻ മരിച്ചില്ലല്ലോ എന്നോർത്ത് ദേവസ്യയ്ക്ക് ചിരി അടങ്ങാതെ പോയി. നാരായണപിള്ളയെ നോക്കി അയാൾ ചിരിച്ചു. കുളത്തിൽ നോക്കി ചിരിച്ചു. തെങ്ങിൻ മണ്ടയുടെ നേർക്ക് കുടുകൂടെ ചിരിച്ചു. മലർന്നു കിടന്ന് ചിരിച്ചു. പള്ളയ്ക്ക് കൈ ചേർത്ത് ചിരിച്ചു. എന്തിന്? ചിരിച്ച് ചിരിച്ച് ചിരി അടക്കാനാവാതെ കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ ഒടുവിൽ ശ്വാസം മുട്ടി മരിച്ചു. ഗുണപാഠം: തലയിൽ തേങ്ങ വീണാൽ ചിരിക്കരുത്. തന്റെ പവിഴപ്പുറ്റ്, കുശനും ലവനും കുചാലനും, ഐരാവതം, ഭ്രാന്തനും ഭസ്മാസുരനും, പാലാഴിമത്തനും തിരഞ്ഞെടുത്ത കവിതകൾ, പ്രേമിക്കുക എന്ന അവകാശം, ഗമനസന്നാഹം, ഊമ, വടക്കനൊഡീസി, മറ്റ് ഹൈക്കു കവിതകൾ, ഇവയിൽ അങ്ങയുടെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന കൃതി ഏതാണ്? മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന കൃതിയല്ല, മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന കവിതകൾ 3 ഭസ്മാസുരൻ, പാലാഴിമത്തനും, കണ്ണാടിഞ്ചനും, 3 കവിതകളാണ്. പിന്നെ അതിനോട് അടുത്ത് വരുന്ന പല കവിതകളുമുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് ഇവ 3 എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ ഈ തന്ന ലിസ്റ്റിൽ ചിലതിനെ ചെറുകഥാ സമാഹാരങ്ങളാണ്. പ്രേമിക്കുക എന്ന അവകാശം, ഊമ, ഗമനസന്നാഹം, ഇത് 3 ചെറുകഥാ സമാഹാരങ്ങൾ. അവ ഉയർന്ന നിലവാരം പുലർത്തുന്നവയാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇന്ന് ഈ ചെറുകഥ രചനാരീതിക്ക് വന്ന വ്യത്യാസം കൊണ്ട് ആരും അതിനെ കാര്യമായി എടുക്കുന്നില്ല. ഇതൊരു പഴയ രീതിയാണെന്നുള്ള മട്ടിൽ പോകുന്നു എന്നേ ഉള്ളൂ. പക്ഷേ കഥകൾ, ആ സ്റ്റോറീസ്, അത് നല്ല നിലവാരം, ഉയർന്ന നിലവാരം തന്നെ പുലർത്തുന്നവയാണ്. പക്ഷേ എന്നെ ഏറെ അറിയുന്നത് കവി എന്ന നിലയിലായതുകൊണ്ട് കവിതയിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഒരു മാസ്റ്റർ പീസിനെ കാണാൻ ഞാനെപ്പോഴും ആഗ്രഹിക്കുന്ന കവിതയിലാണ്. അങ്ങനെ ഈ 3 ഭസ്മാസൻ, പാലാഴിമതനം, കണ്ണാടിഞ്ചൻ, ഈ 3 കവിതകളാണ് എൻ്റെ ഏറ്റവും നല്ല കവിതകളായിട്ട് പരിഗണിക്കപ്പെടും. ഇതുവരെയും പ്രസിദ്ധീകരിക്കപ്പെടാത്തതായ ഏതെങ്കിലും രചനകളുണ്ടോ? ധാരാളം ഹൈക്കു കവിതകളുണ്ട്. ഏതാണ്ട് 200-ൽ പരം, 200 അല്ല, ഒരു 10-400ഓളം ഹൈക്കു കവിതകൾ എൻ്റെ കൈവശമുണ്ട്. പക്ഷേ ഒന്നുകൂടെ അതിനെ സമാഹരിച്ചെടുത്ത് ശരിയാം വണ്ണം അതിനെ എഡിറ്റ് ചെയ്ത് ശരിയാക്കണമെന്ന് എനിക്കുണ്ട്. എന്നിട്ട് അവയെ ഒരു രചനയായിട്ട്, ഒരു സമാഹാരമായിട്ട് പുറത്തെടുക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. അതിനു മുമ്പേ കുറേ വാരികകളിലും മാസികകളിലൊക്കെ അവയെ പ്രസിദ്ധീകരിക്കണമെന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ നിലപാട്. അങ്ങനെ ആംഗ്ലേയ ഭാഷയിൽ എഴുതാറുണ്ടോ? ഇല്ലെങ്കിൽ എന്താണ് കാരണം? ആംഗ്ലേയ ഭാഷയിൽ എഴുതാൻ ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി കവിത എപ്പോഴും ഭാഷയോട് ബന്ധപ്പെട്ടതാണ്. ആ ഭാഷയിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് കവിത ശരിക്കും എഴുതാൻ സാധിക്കും. പ്രോസ് എഴുതുന്ന പോലെയല്ല. അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എഴുതിയിരുന്ന പഴയ കവിതകൾ പോലും പിന്നീടൊന്ന് പുനർരചനയ്ക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചില്ല. ഇംഗ്ലീഷിൽ ഇന്ന് എഴുതാറില്ല.
മലയാളമാണ് കാരണം മലയാളമാണ് എൻ്റെ മാതൃഭാഷ. മലയാളത്തിൽ തന്നെ എഴുതാനാണ് എനിക്ക് താല്പര്യം. അതങ്ങനെയെങ്കിൽ മലയാള ഭാഷയുടെ സാഹിത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഭാഷ വളരും തോറും നിലനിൽക്കും തോറും സാഹിത്യമുണ്ടായി. ഭാഷയുടെ നിലനിൽപ്പിനുള്ള പ്രധാന കാരണം എപ്പോഴും സാഹിത്യമാണ്. പക്ഷേ ഇപ്പോൾ മലയാള ഭാഷയ്ക്ക് വന്നിരിക്കുന്ന ഇത് മലയാളിയുടെ മാത്രമായ ഒരു ഭാഷയായി തീർന്നിരിക്കുന്നു. കൂടാതെ ഹിന്ദിയുടെ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ മാത്രമേ ഉള്ളൂ. ആ പഴയ പ്രാധാന്യം മലയാളത്തിന് പോയിരിക്കുന്നു. വാണിജ്യ സാംസ്കാരിക മേഖലകളിലൊന്നും മലയാളത്തിന് വേണ്ടത്ര പ്രാധാന്യമൊന്നുമില്ല. അതുകൊണ്ട് എന്തുപറ്റി മലയാളത്തിനുള്ള പ്രാധാന്യം കേരളത്തിൽ പോലും ഇല്ലെന്നായി തീർന്നിരിക്കുകയാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷമെന്ന് വെച്ചാൽ പണ്ട് കാലത്തുണ്ടായിരുന്ന മലയാള രചനാ വൈഭവം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ട് ഉപയോഗിച്ചിരുന്ന പല വാക്കുകളിൽ നിന്ന് പലർക്കും അതിൻ്റെ അർത്ഥം പോലും അറിയാൻ മേലാത്ത രീതിയിലേക്ക് താണു പോയിരിക്കുകയാണ്. തന്മൂലം ഭാഷയ്ക്ക് കാര്യമായൊരു വ്യത്യാസം വരും. ഈ അടുത്ത 100 വർഷത്തിന് ഇടയിൽ മലയാള ഭാഷയ്ക്ക് കാര്യമായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. രചനയിലും വാക്കുകളുടെ പ്രയോഗത്തിലും വാക്കുകളുടെ ദൈർഘ്യത്തിലുമൊക്കെ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. വ്യാകരണം ഒന്നുകൂടെ ലഘൂകരിക്കുകയും ചെയ്യപ്പെടും. ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തെപ്പറ്റി ഞാൻ വിഭാവനം ചെയ്യുകയാണ്. ഭാഷ ഏത് വിധത്തിൽ പോയാലും അതിനനുസൃതമായിട്ടുള്ള ഒരു രചനാ രീതി ഉണ്ടാകുന്നത് തീർച്ചയാണ്. അപ്പം അങ്ങനെ സാഹിത്യം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഒരു രീതി മറ്റൊന്നിനേക്കാൾ മെച്ചമാണെന്ന് പറയാൻ പറ്റില്ല. ഒരു രീതിക്ക് ചില ഗുണങ്ങൾ കാണും, ചില ദോഷങ്ങളുണ്ടായി. എല്ലാ രീതികൾക്കും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന രീതിയിൽ എഴുതുന്നയാളാണ് മഹാകവി, മറ്റൊരാളല്ല എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. കുഞ്ഞൻ നമ്പ്യാരെ പണ്ട് അരക്കവിയാക്കി മാറ്റിയതിൻ്റെ അനൗചിത്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ അമേരിക്കയിലുള്ള, പ്രത്യേകിച്ച് അമേരിക്കയിലെ പ്രവാസികളായ മലയാളികൾക്ക് എഴുത്തുകാർ അവിടുന്ന് കൊടുക്കാവുന്ന ഉദ്ദേശം എന്തായിരിക്കും? ഇത് തന്നെയാണ്. ഇവിടുത്തെ അമേരിക്കൻ മലയാളിയുടെ മലയാളം എപ്പോഴും അമേരിക്കൻ മലയാളമായി. കേരളത്തിൽ ഉപയോഗിക്കുന്ന പല സ്ലാങ് വാക്കുകളും നമുക്കില്ല. നമുക്കതിൻ്റെ അർത്ഥം പോലും അറിയില്ല. ഉദാഹരണം അടിപൊളി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാവർക്കും, ഇവിടെയുള്ള എല്ലാ മലയാളിക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കേരളത്തിൽ സകലർക്കും അറിയാം അതിൻ്റെ അർത്ഥമില്ല. ഇതൊക്കെ കേരളത്തിൽ തന്നെ തനിയെ ഉണ്ടാകുന്ന വാക്കുകളാണ്. ഇതുപോലെ ഇവിടെ ഇന്ന് ഈ പശ്ചാത്തലത്തിൽ നമ്മുടേതായ തനിയെ ഉണ്ടാകുന്ന വാക്കുകൾ തീർച്ചയായും വരും. അതിൽ നിന്ന് ആയിരിക്കണം നമ്മുടെ സാഹിത്യ പ്രവർത്തനം ആരംഭിക്കേണ്ടത്. അങ്ങനെ നമ്മുടേതായ അടുത്ത ഒരു 100 വർഷത്തിനകം നമ്മുടേതായ ഒരു മലയാള സാഹിത്യം ഇവിടെ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്കൻ സാഹിത്യം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്ന് മാറി നിന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ ആരംഭമാണ് ഇപ്പോൾ. കാലമെടുക്കും, കുറഞ്ഞതൊരു 100 or 150 വർഷമെടുക്കും. മലയാളം അത്ര കാലവും നിലനിൽക്കും എന്നുണ്ടെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അങ്ങയിൽ ഉണ്ടായ ദുഃഖാനുഭവങ്ങൾ ഒന്ന് വിവരിക്കാം. ദുഃഖാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായ ദുഃഖങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ മറ്റു സാഹിത്യകാരന്മാരായിട്ട് ഒരു വിധത്തിൽ ഇടഞ്ഞിട്ടില്ല. ഒരു വഴക്ക് പിടിക്കുകയോ അല്ലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു രീതിയിൽ യാതൊന്നും സംഭവിച്ചില്ല. പക്ഷേ 1976 86 എൻ്റെ കുശനിലവനും കുചേലനും എന്ന കാവ്യസമാഹാരം കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡിന് പരിഗണിക്കപ്പെട്ടു. അതുകൂടെ പരിഗണിക്കപ്പെട്ട മറ്റൊരു കൃതി യൂസഫ് അലി കേച്ചേരിയുടെ കുറേ സിനിമാ പാട്ടുകളും കുറേ കവിതകളും ചേർന്നിട്ടുള്ള ഒരു സമാഹാരമായിരുന്നു. അപ്പോൾ ഈ സിനിമാ പാട്ടിനെ സാഹിത്യ രചനയായിട്ട് കരുതുന്നത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കൂടാതെ അദ്ദേഹത്തിൻ്റെ മറ്റ് കവിതകളാണെങ്കിലും ഒരു 1ാം കിടയിൽപ്പെടുത്താവുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലുമായിട്ട് അവസാനം വന്ന് അദ്ദേഹത്തിൻ്റെ കൃതിക്ക് അവാർഡ് കിട്ടി എനിക്ക് കിട്ടാതെ പോവുകയും ചെയ്തു. പക്ഷേ എന്ത് പറ്റി എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇതിനോടുള്ള ഒരു പ്രതിഷേധം കാണിക്കാനാണോ എന്ന മട്ടിൽ അടുത്ത വർഷത്തെ ടെക്സ്റ്റായിട്ട് എൻ്റെ സമാഹാരം തിരഞ്ഞെടുക്കുകയും മറ്റേത് നിരാകരിക്കപ്പെടുകയും ചെയ്തു. ഇതിങ്ങനെയൊന്നും ഉണ്ടായി. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് വന്ന ഒരു പ്രത്യേകത യൂസഫ് അലി കേച്ചേരിക്കാണെന്ന് തോന്നുന്നു ഉള്ളിൽ എന്നോട് കാര്യമായ നീരസം ഉണ്ടായിരുന്നിരിക്കണം. പിൽക്കാലത്ത് എൻ്റെ തിരഞ്ഞെടുത്ത കൃതികൾ വന്നപ്പോൾ അത് അക്കാദമി
പരിഗണിക്കേണ്ട അവസരത്തിൽ അക്കാഡമി പ്രസിഡൻ്റായിട്ടിരുന്നത് യൂസഫ് ലിംഗച്ചേരിയാണ്. ഇതിന് ആദ്യത്തെ 2 വർഷക്കാലം എൻ്റെ കവിതകൾ എൻ്റെ സമാഹാരം തിരഞ്ഞെടുത്തില്ല. ഭാഗ്യത്തിന് 2ാം വർഷം അദ്ദേഹം ഒഴിയുകയും ആ കാലയളവ് തീരുകയും അതിനുശേഷം മുകുന്ദൻ വരികയും ചെയ്തു. ചെയർമാനായിട്ട് വരുന്നു. അപ്പോൾ മുകുന്ദൻ്റെ കാലത്ത് ആദ്യത്തെ വർഷം തന്നെ എൻ്റെ കവിതയ്ക്ക് എൻ്റെ സമാഹാരത്തിന് അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ നീരസം തോന്നിക്കുന്ന രീതി ഉണ്ടായിട്ടുള്ളൂ. മറ്റേ പിന്നെയുള്ളവരെ കാണുമ്പോൾ ഹലോ ഹൗ ആർ യു എന്ന് പറയുന്ന ഒരു ലോകം അതുകൊണ്ടല്ലോ അതിലൂടെ ജീവിച്ചൊരു മനുഷ്യനാണ്. സാറേ, മലയാള ഭാഷയുടെ സാഹിത്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മലയാള സാഹിത്യകാരന്മാരുടെ ഗുണനിലവാരം എങ്ങനെ ഉയർത്തപ്പെടാൻ കഴിയും? സാഹിത്യകാരന്മാരുടെ ഗുണനിലവാരം എന്ന് പറയുന്നത് എപ്പോഴും അവരെഴുതുന്ന സാഹചര്യവും അവരെ ആർക്ക് വേണ്ടി എഴുതുന്നു അവരുടെ പശ്ചാത്തലവും എന്നതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഓരോ കവിയും വലിയ കവിയാണ്. അപ്പോൾ ഒരാളെ ഇപ്പോൾ അധികം പേര് വായിച്ചില്ല എന്ന് വെച്ചാൽ അയാളെ ഒരു താണ കവിയാണെന്ന് പറയാൻ സാധിക്കില്ല. അതിന് വേണ്ടുന്ന സഹൃദയം ശരിക്കും സാഹിത്യകാരന്മാരെ അളന്നെടുത്ത് വിലയിരുത്താൻ കഴിവുള്ള വിമർശകരുണ്ടാകും, അങ്ങനെ നിരൂപകരുണ്ടാകും. അങ്ങനെ ഒരു കൂട്ടരെ ഇന്ന് മലയാളത്തിൽ ഇല്ല. അത് കഷ്ടതരമായൊരു കാര്യമാണ്. പണ്ട് കുട്ടിക്കൃഷ്ണമാരായാലും MP കൃഷ്ണമായാലും മുണ്ടശ്ശേരിയും MP പോളും ഈയിടെ വരുന്ന നിരൂപണങ്ങൾ നോക്കിയാൽ തുടങ്ങുന്നത് ഈ പുസ്തകത്തിൻ്റെ കവർ ഇന്നതാണ്, അതിന് ഇത്ര പേജുണ്ട്, അതിൽ ഇത്ര കഥകളുണ്ട് എന്ന് മാത്രമേ എഴുതുന്നതല്ല. ആ കഥകളുടെ ഗുണവാരത്തെ പറ്റി യാതൊരു പരാമർശവുമില്ല. ഇതല്ല വിമർശനം അഗാധമായൊരു പഠനമാണ്. ഉള്ളിലേക്ക് കടന്നു ചെന്ന് അത് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്നും ഇതിൻ്റെ മേന്മകൾ എന്താണെന്നും കുറവുകൾ എന്താണെന്നും ചൂണ്ടിക്കാണിക്കുന്ന പഠനമാണ് വിമർശനം. അതിന് ശരിയാവണ്ണം മലയാളത്തിൽ നടക്കുന്നില്ല. വിമർശനമില്ലാത്ത ഒരു ഭാഷയിൽ സാഹിത്യം വളരുകയില്ല. വരും കാലങ്ങളിൽ മലയാള സാഹിത്യത്തിൽ എന്ത് സ്ഥാനമാണ് അങ്ങേക്ക് ലഭിക്കുക? ഭാവിയിൽ ഏത് രീതിയിലുള്ള സാഹിത്യ സേവനമാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? എന്ത് സ്ഥാനമാണ് എനിക്ക് ലഭിക്കുക എന്ന് ഉള്ള കാര്യം ഞാനല്ല പറയുന്നത്, അത് വായനക്കാരാണ്. ഒന്ന്. രണ്ടാമത് ഇനിയും രണ്ടാമത്തെ പാലകൻ ചോദിച്ചത് ഭാവിയിൽ ഏത് രീതിയിലുള്ള സാഹിത്യ സേവനം ഉദ്ദേശിക്കുന്നു? ഞാൻ ഈ ഹൈക്കു കൃതികളെ പറ്റി പഠനം നടത്തുകയും ഹൈക്കു രചനകൾ നടത്തുകയും ചെയ്യുന്നു. അതിപ്പോൾ മിക്കവാറും ഒക്കെ പലയിടങ്ങളിലും പലരും എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഭാഷ ഞാൻ ഇതേപ്പറ്റി എഴുതിയ ഒരു ലേഖനം ആദ്യം വെബ് മലയാളിയിൽ വരികയും പിന്നീട് ജനനി പ്രസിദ്ധീകരിക്കുകയും അതിനു മുമ്പ് ഭാഷാഘോഷണി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അത് വന്നതിന് ശേഷം ധാരാളം പേരെ ഹൈക്കു കവിതകൾ എഴുതുന്നുണ്ട്. ശരിയാവണ്ണം അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും ഇതിനുള്ളൊരു താല്പര്യം ജനങ്ങൾ കാട്ടുന്നുണ്ട്. ആർക്കും എഴുതാവുന്ന ഒരു രചനാരീതിയാണ് ഹൈക്കു. അത് ശരിക്കും എഴുതാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും എനിക്ക് താല്പര്യമുണ്ട്. അത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഹൈക്കു കവിതകളെ കുറിച്ച് സാർ ഒന്നും കൂടെ വിശദമായി പറയാം. ഹൈക്കുവിൻ്റെ പ്രത്യേകത ഒന്നാമത് വളരെ ലഘുവായിട്ടുള്ളതാണ്. 3, 4 അല്ലെങ്കിൽ 5 വരികളിലാണ്. അതിലൂടെ ഒരൊറ്റ ആശയം മാത്രമേ പ്രതിപാദിക്കപ്പെട്ടു. പക്ഷെ ആശയത്തിലൂടെ നമ്മുടെ ജീവിതത്തെ കവിയുടെ കണ്ണിലൂടെ കാണുകയാണ്. വെറും ഒരു ജീവിത ദർശനം. പക്ഷേ അതിനുള്ളിൽ കവിയുടേതായ ഒരു ലോകം ഉണ്ടായിരിക്കും. ഒന്ന് പറയുമ്പോഴും മറ്റൊരർത്ഥം അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും. അല്ലെ കാഴ്ചപ്പാടിന് മറ്റൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ, തലയിണക്കീഴിൽ വേദപുസ്തകം, കൊന്ത, ഒരു കൈത്തോക്ക്, വേദപുസ്തകം തലയിണക്കീഴിൽ വേദപുസ്തകമുണ്ട്, കൊന്തയുണ്ട്, പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കൈത്തോക്കമുണ്ട്, തൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കൈത്തോക്ക്. അപ്പോൾ തൻ്റെ സംരക്ഷണം പ്രാർത്ഥനയിലൂടെയല്ല, ഈശ്വര വിശ്വാസത്തിലൂടെയല്ല, കൈത്തോക്കിലൂടെ അല്ലേ? ആ ഒരു വ്യക്തിത്വത്തെ പറ്റി ചിന്തിക്കുക.
അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി, ആ വ്യക്തിയെ പറ്റിയാണ് കവിത. പക്ഷേ ആ വ്യക്തിയെ പറ്റി യാതൊന്നും നമ്മൾ പറയുന്നില്ല. ആകെ തലയിണ കീഴിലുള്ള 3 സാധനങ്ങളെ പറ്റി പറയുന്നു അല്ലേ? അപ്പൊ ആ വീക്ഷണം മറ്റൊരു വിധത്തിൽ. ഇതാണ് ഹൈക്കു. ആ ഒരു രീതിയിൽ സംഗതികളെ കാണാനുള്ള കഴിയും അല്പം ട്രെയിനിങ്ങോടുകൂടെ സാധിക്കുന്നതാണ്. ഈ ജപ്പാൻ ഭാഷയിൽ നിന്നാണ് ഈ ഹൈക്കു വരുന്നത്. ജാപ്പനീസ് കവികൾ, ഹൈക്കു എഴുതാത്ത കവികൾ ജാപ്പനീസ് ഭാഷയിലില്ല. 4 പ്രധാന ജാപ്പനീസ് കവികളാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും തന്നെ അവരുടെ ജീവിതകാലം മുഴുവൻ ഹൈക്കു എഴുതി വരും. 10,000 10,000 ഹൈക്കുകൾ എഴുതി വരും കൊണ്ടുവരും. പക്ഷേ ഹൈക്കു രചന നടത്താത്ത ഒരു ജപ്പാൻകാരനുമില്ല. കുറഞ്ഞത് 2 or 3 ഹൈക്കു കവിതകളെങ്കിലും അവർ എഴുതിയിരിക്കും. അതുപോലെ ഒരു സാധ്യത നമുക്കുമുണ്ട്. എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇതൊരു നല്ല പരിശീലനമായിരിക്കുന്നതാണ്. പണ്ട് കാലത്തെ കവികളെ ഈ സംസ്കൃത ശ്ലോകങ്ങൾ എഴുതി പരസ്പരം ശ്ലോകങ്ങൾ എഴുതി രസിക്കുമായിരുന്നത്. അതുപോലെ രസിക്കാൻ കൊള്ളുന്ന ഒന്നാണ് ഈ ഹൈക്കു. അതിനെ പ്രചരിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ സാറിന് 80ാം പിറന്നാൾ ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന സാറിന് താമ്പ പ്രസ് ക്ലബിൻ്റെ ജന്മദിനാശംസകൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. സാറിന് കൂടുതൽ കവിതകൾ എഴുതുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരോടൊപ്പം പ്രാർത്ഥിക്കുന്നു. സാറിനും കുടുംബത്തിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ചർച്ചയുടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. എൻ്റെ ഹാർദമായ ഹൃദയംഗമായ കൃതജ്ഞത. താങ്ക് യു.